ബഹുമാന്യായ അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത സ്വരാജ്, നമുക്കേവർക്കും ഇങ്ങനെ ഒരു അവസരത്തിന് തന്നെ കാരണമായ പ്രിയപ്പെട്ട ഐഷാത്ത, ഹംസാക്കടക്കം ഈ വേദിയിലിരിക്കുന്ന സുജാ സൂസൻ ജോർജ്, ഒപ്പം ഫൈസൽ തുടങ്ങിയ എല്ലാവരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി, ഞാൻ ഒട്ടും ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിവിടെ നടക്കാനുണ്ട്. ഐഷാത്തയുടെ ഈ പിറന്നാൾ ദിവസം, 90 വയസ്സാവുന്ന ദിവസം, പെരിന്തൽമണ്ണയിൽ ടി ഗോപാലൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അന്നാണ് ഈ പരിപാടിക്ക് തുടക്കമിട്ടത്. 90 വയസ്സ് തികയുന്ന ദിവസം കേക്ക് മുറിച്ചതും ഐഷാത്തയ്ക്ക് മധുരം നൽകിയതൊക്കെ ഞാനാണെന്ന്. കഴിഞ്ഞ 10-30 വർഷത്തിലധികം വടക്കോട്ട് എപ്പോൾ ഐഷാത്ത വരുന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുന്ന ഒരാൾ ഞാനാണ്. നാം ഇന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വരാജ് ഓർമ്മിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതൊന്ന് അടിവരയിടുക എന്നത് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കലാകാരി എന്ന നിലയിലല്ല, ഈ കേരളത്തിൻ്റെ ജീവിതത്തെ ഇത്രമേൽ പുതുക്കിപ്പണിയുക, നമ്മുടെ അടിസ്ഥാന ജീവിത ആദർശങ്ങളെ മുഴുവൻ രൂപം നൽകി വളർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായികകളിൽ ഒരാളായിട്ടാണ് ഐഷാത്തയെ നാം എല്ലാവരും കാണുന്നത്. അത് കേവലമായ ഒരു നാടകത്തിൻ്റെയോ സിനിമയുടെയോ അഭിനയം, അവതരണം എന്നതിനപ്പുറത്ത് നമ്മുടെ ചരിത്രത്തിലേക്ക് എക്കാലത്തേക്കും ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു വലിയ ചരിത്ര സത്യം ആയി മാറുകയാണ്. ഒരുപക്ഷെ എല്ലാ പ്രസംഗങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല പുറത്തെവിടെയായാലും, ഒരു തവണയെങ്കിലും അതിൽ ഞാൻ ആവർത്തിക്കുന്ന പേര് ഐഷാത്തയുടേതാണ്. ഒരു ചരിത്രഘട്ടത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കാൻ ആ ഒരു പേര് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും നിലമ്പൂർക്കാരാണ്, അതുകൊണ്ട് നിലമ്പൂരിൻ്റെ ഒരു ചരിത്രത്തെ അവർ സ്പർശിക്കുകയുണ്ടായി. നിലമ്പൂര് ഐഷാത്തയ്ക്ക് മുമ്പേ ഏറ്റവും കൂടുതൽ നാം കേട്ടുകൊണ്ടിരുന്നത് നിലമ്പൂർ തേക്ക് എന്നാണ്. ആ തേക്കിനേക്കാൾ കാതലുള്ള കലയിലെ അപൂർവ വ്യക്തിത്വമാണ് ഐഷാത്ത എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയർലൻഡിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് അവരുടെ പടക്കോപ്പുകൾക്കും പടക്കപ്പലുകൾക്കും ആവശ്യമായിരുന്ന അയർലൻഡിൽ നിന്ന് ലഭിച്ചിരുന്ന ഓക്കുമരം, അതിൻ്റെ സപ്ലൈ നിലച്ചതോടെയാണ് ഓക്കിനേക്കാളും ഈടും ഉറപ്പും വിലക്കുറവുള്ള ഈ ചാലിയാർ തീരത്ത് വളരുന്ന തേക്ക് മരങ്ങളെ തേടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ എത്തുന്നത്. ആ തീവണ്ടിപ്പാത ഉണ്ടാക്കുന്നതും തേക്ക് മരങ്ങൾ കടത്തുന്നതും കൊണാലിയും ചാത്തനമ്പ്യാരും ചേർന്ന് അതിൻ്റെ പ്രോജക്റ്റ് നടപ്പിൽ വരുത്തുന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും ഇപ്പോഴും പ്രകൃതി വസ്തുക്കൾക്ക്, പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും വേട്ടയുമാണ് ലോകത്ത് സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയ്ക്കും യുദ്ധങ്ങൾക്കും കാരണം എന്ന് നാം ചരിത്രത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തേക്കിൻ്റെ താഴ്വേരുകളെക്കാളും ആഴത്തിൽ നിൽക്കുന്ന നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്നുള്ള വേരുകളുമായാണ് ഐഷാത്തയെ പോലൊരു കലാകാരി നമ്മുടെ മുമ്പിൽ 90 വർഷത്തെ ജീവിതത്തിന് ശേഷവും ഇതാ ഇപ്പോൾ നമുക്ക് ഏവർക്കും വലിയ പ്രചോദന കേന്ദ്രമായി, അതിൻ്റെ പ്രഭവ കേന്ദ്രമായി, ഏറ്റവും വലിയ ഊർജത്തിൻ്റെ സ്രോതസ്സായി നമുക്കൊപ്പം കഴിയുന്നത്. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ ഒരു ഫ്രെയിമാണ്.
ഒരിക്കലും ഒരു ഫ്രെയിം, ചലച്ചിത്രത്തിലെ കലാകാരന്മാരാണ് പലരും എനിക്ക് ചുറ്റുമിരിക്കുന്നത്, ജീവിതത്തിൽ ഒരിക്കലും ഈ ഫ്രെയിമുകൾ ആവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. സ്വരാജ് ഉദ്ഘാടനം ചെയ്യുന്ന, ഞങ്ങളെല്ലാവരും പങ്കാളികളാവുന്ന, ഇത്രയും പേർ ഇവിടെ വന്നിരിക്കുന്ന ഈ മാപ്പിളകലാ അക്കാദമിയിലെ ഈ വേദി എന്നത്, ഈ ചടങ്ങ് എന്നത്, ഈ നിമിഷങ്ങൾ എന്നത്, ഒരുപക്ഷെ ഈ നിമിഷങ്ങൾ കഴിഞ്ഞാൽ അവസാനിച്ചു പോകുന്ന ഈ ഫ്രെയിം എന്നത് ചരിത്രത്തിന്റെ വലിയൊരു മുഹൂർത്തമാണ്. നമുക്കേവർക്കും എല്ലാ കാലത്തും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയും വലിയൊരു ജീവിതമാണ്, തീപിടിച്ച ഒരു ജീവിതം എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതമാണ്. ഐഷാത്തയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഓർക്കുകയാണ്. അതൊരു വാരാന്ത്യ പതിപ്പിൽ വന്ന ഇന്റർവ്യൂ ആണ്. അതുപോലെ ഐഷാത്ത പറയുന്നുണ്ട്, ഡയലോഗുകൾ പറയുമ്പോൾ, നാടകത്തിൽ വന്ന് സംഭാഷണങ്ങൾ ഉച്ചരിക്കുമ്പോൾ നെറ്റിയിൽ വന്നുകൊണ്ട കരിങ്കൽ ചീളുകളിൽ നിന്ന് ഒഴുകുന്ന ചോരയുടെ ഉപ്പ് കലർന്ന വാക്കുകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന്. ലോകത്ത് ഒരു കലാകാരനും കലാകാരിക്കും ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഡയലോഗായി ഐഷാത്തയുടെ ഈ സംഭാഷണം ഞാൻ ഓർക്കുകയാണ്. നെറ്റിയിൽ പൊട്ടി ചോരയൊഴുകിയ മതയാഥാസ്യത്വത്തിന് നേരെ ചാട്ടുണി പോലെ ഇ.കെ.ഐ.ബുവോ കെ.ടി.യോ എഴുതിയ വരികൾ ഈ അരങ്ങിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞ കരിങ്കൽ ചീളുകൾ കൊണ്ട് നെറ്റി പൊട്ടി ഒഴുകിയ ചോരയുടെ ഉപ്പുരസം കലർന്ന വാക്കുകൾ എന്ന ഒരു രൂപകം ഒരുപക്ഷെ ലോകത്ത് ഒരു കലാകാരനും കലാകാരിക്കും പറയാനാവില്ല. വെടിച്ചില്ലുകൾ ഈ ചെവിക്കടുത്തുകൂടി ചീറിപ്പായുന്ന, ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ട് തൃക്കരിപ്പൂരിനടുത്ത് അവരുടെ നാടകത്തിന്റെ കട്ടനുകൾ മുഴുവൻ കത്തിച്ച, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ സ്ഥലത്തും ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇത് കേരളത്തിലെ കലയുടെ മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെയും ജീവിതത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ചരിത്രം കൂടിയാണ്. ആ മുദ്രകളാണ്, അതിന്റെ വിയർപ്പും ചോരയുമാണ് ഈ നമ്മുടെ നാടക ചരിത്രത്തിലും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലും അതോടൊപ്പം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലുമൊക്കെ ഒഴുകി പടർന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഐഷാത്തയെ തൊടുമ്പോൾ നാം ചരിത്രത്തെയാണ് തൊടുന്നത്. ഒരു വലിയ കാലഘട്ടത്തെ, കലയുടെ ഒരു നൂറ്റാണ്ടിനെ, അതിലൂടെ കടന്നു വന്ന അനുഭവങ്ങളുടെ ഒരു ഭൂഖണ്ഡത്തെയാണ് ഐഷാത്തയുടെ വിരലുകളിൽ നാം ചെന്ന് തൊടുമ്പോൾ, കൈപിടിക്കുമ്പോൾ നാം അതിനെ സ്പർശിക്കുകയാണ്. ഈ ഒരു അനുഭവം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാം ഓർമ്മിക്കേണ്ടത്. ഞാൻ ഈ തൊട്ടടുത്ത ദിവസം കണ്ട ഒരു ചലച്ചിത്രത്തിൽ KPSCയുടെ നാടകം ആ ചലച്ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയത്തിന്റെ ഭാഗമായി തീരുന്നത് കൊണ്ട് വളരെ അത്ഭുതവും ഒപ്പം അഭിമാനവും തോന്നുകയുണ്ടായി. പള്ളിച്ചട്ടമ്പി എന്ന പേരിൽ ടോവിനോ നായകനായി അഭിനയിക്കുന്ന, ഇപ്പോഴും സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൽ KPSCയുടെ നാടകം വരുമ്പോൾ ആ നാടകം കലക്കുന്നതിന് വേണ്ടി പള്ളിമേടകളിൽ നിന്ന് എല്ലാ പ്രതിലോമ ശക്തികളും ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന, ഗൂഢാലോചന നടത്തുന്ന, അതിനുവേണ്ടി തോട്ടയെറിഞ്ഞിട്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ആ ചലച്ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫിക്ഷന് വേണ്ടിയായാലും KPSCയിലെ ഒരു നായിക കഥാപാത്രത്തെ വെടിവെച്ച് കൊല്ലുന്നതിലൂടെയാണ് ആ ചലച്ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലൈമാക്സിലേക്ക് അത് എത്തുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇത് കേരളത്തിന്റെ കലാവതരണത്തിന്റെ ഒരു ചരിത്രമാണ്. അത് ഓരോ ദിവസവും പാൻകേക്ക് ഇട്ട്, പുട്ടിയിട്ട്, അതല്ലെങ്കിൽ പൗഡറിട്ട് ഏതെങ്കിലും ഒരു ഷോർമൈക്കിന്റെ മുന്നിൽ നിന്ന് തൊണ്ടയനക്കി ഡയലോഗുകൾ പറഞ്ഞ് തീർത്ത് ഇറങ്ങിപ്പോകുന്ന പതിവ് നാടകാവതരണങ്ങൾക്കപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ സമരത്തിന്റെ, നവോത്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ഖണ്ഡത്തിൽ അവർ ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല. അതുകൊണ്ടാണ് എതിരെ വരുന്ന ഈ ചീർത്തുമൂർത്ത കരിങ്കൽ ചീളുകൾ തലയ്ക്കോ നെറ്റിക്കോ മുഖത്തിനോ ഒക്കെ വന്നുണ്ടാക്കുന്ന പാടുകളും മുറിവുകളും അത് ഏറ്റുവാങ്ങുമ്പോഴും മുഖത്ത് നെറ്റിപൊട്ടി ചോരയൊലിക്കുമ്പോഴും പിന്നീടും ഈ ലോകത്തിനു വേണ്ടി, ഈ ജീവിതത്തിനു വേണ്ടി, അതിൻ്റെ പുതുക്കിപ്പണിയലുകൾക്ക് വേണ്ടി ഈ നാടകം തുറന്നേ പറ്റൂ എന്നവർ തീരുമാനിക്കുന്നത്. അതൊരു ചരിത്രത്തെ മുഴുവൻ, അനുഭവത്തെ മുഴുവൻ
ഇവിടെ അധ്യക്ഷൻ പ്രസംഗിക്കുമ്പോൾ അക്കാര്യം പറയുകയുണ്ടായി. 43 വയസ്സുള്ള ഒരാൾ 13 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന പ്രവണതകൾ ഇല്ലാതായിത്തീരുന്ന ഒരു ലോകത്തിലേക്ക് തനിയെ നാം മാറുകയല്ല. അങ്ങനെ മാറാനാണ് ഈ കല്ലേറുകൾ, ഈ വെടിച്ചില്ലുകൾ ഒരാൾ ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നത് എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ഇത് ഒരേ കാലഘട്ടത്തിലാണ്, 1952 ഇത് ഭൂമിയാണ് എന്ന നാടകം വരുന്നത്. 52 ഡിസംബർ 6 ചവറയിലെ തട്ടാശ്ശേരിയിലെ സുദർശനം തിയേറ്ററിൽ വെച്ച് നേരത്തെ സ്വരാജ് ഓർമ്മിപ്പിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന്റെ ആദ്യാവതരണം നടക്കുന്നത്. ഡിസംബർ 6 നമ്മുടെ ചരിത്രത്തിൽ 3 വലിയ മുഴക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ട്. അതിലൊന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന്റെ ആദ്യാവതരണമാണ്. മറ്റൊന്ന് നമുക്കെല്ലാം അറിയാവുന്ന 92 ഡിസംബർ 6 അതിനുശേഷം മറ്റൊന്നു കൂടിയുണ്ട്, അതിനു മുമ്പ് മറ്റൊന്നു കൂടിയുണ്ട്. നാം ഇന്നിതുപോലെ ജീവിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിന് മുഴുവൻ അർത്ഥമുണ്ടാക്കി തന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മഹാശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഹൃദയം പൊട്ടി മരിക്കുന്നത് 1956 ഡിസംബർ 6 നാം ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒക്കെ വലിയ ടേണിംഗ് പോയിന്റുകളായി തീർന്ന ഈ ഡിസംബർ 6 എന്നത് നമ്മുടെ നാടക ചരിത്രത്തിലേക്കും ചൊരിഞ്ഞ ചോരയുടെയും ഒഴുക്കിയ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും കൂടി നീക്കിബാക്കിയാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഐഷാത്തയുടെ കൂടെ ഇഷ്ടംപോലെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒന്നിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പലപ്പോഴായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ വടക്കൻ കേരളത്തിൽ എവിടെ ഐഷാത്ത ഉണ്ടെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അവിടെ നാട്ടിലൊരു അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ഐഷാത്തക്ക് ആ അവാർഡ് കൊടുക്കാൻ നേരത്ത് അവർ വന്ന് വിളിച്ചപ്പോൾ മുരളിയില്ലേ പരിപാടിക്ക് എന്നാണ് ഐഷാത്ത ആദ്യം അവരോട് ചോദിച്ചത്. ഉടനെ അവരെന്നെ വിളിച്ചിട്ട് എന്തായാലും അവിടെ വരണം എന്ന് പറയുകയായിരുന്നു. കാരണം ഈ ചരിത്രത്തെ സ്പർശിക്കാൻ ലഭിക്കുന്ന നമ്മുടെ അവസരം മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉപലബ്ധിയാണ് എന്ന് നമ്മൾ അറിയണം. ഇത് ഭൂമിയാണിനെ കുറിച്ച് ഉദ്ഘാടകൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പെണ്ണായി പിറന്നൊരു പൊണ്ണത്തികളാണെന്ന് വണ്ണത്തിൽ പറഞ്ഞൊരു മണ്ടന്മാര് വിറക്കേണ് എന്നാണ് കേട്ടിരുന്നത്. ഇത് എഴുതിയത് 1952 എന്ന് നമ്മൾ ഓർമ്മിക്കണം. കൈകൾ പിടിക്കണ, കൈകളുണ്ടുയരണ, കൈകളിൽ കിളിങ്ങണ, വളകളൊച്ച കൂട്ടണ എന്ന് തുടങ്ങുന്ന കൈലുകൾ പിടിക്കണ, കൈകളുണ്ടുയരണ. അതൊന്നിപ്പോ പാടാൻ ഉള്ള സമയമില്ല, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഞാൻ ഓർക്കുന്നത് പെണ്ണായി പിറന്ന ഒരു പൊണ്ണത്തികളാണെന്ന് വണ്ണത്തിൽ പറയുന്ന മണ്ടന്മാര് വിറക്കണ എന്ന് 1952 വിളിച്ചു പറഞ്ഞ കലാരൂപത്തിന്റെ പേരാണ് നാടകം എന്നാണ്. അങ്ങനെ പാടിയ ആശിച്ച പോലെ നടക്കൂല എന്ന ഇമ്പ പൂമത് കണ്ടുപിടിക്കൂല എന്നല്ലേ ഇതാ ബാക്കി വരികൾ മുഴുവൻ പാടാണ്. അരങ്ങിൽ നിന്ന് ആയിഷാത്ത പാടിക്കൊണ്ടിരുന്ന ഈ ഇജ്ജ് നല്ല മനസ്സിനാകാൻ നോക്ക്, ഇജ്ജ് നല്ല മനസ്സിനാകാൻ നോക്ക് എഴുതുന്ന E.K. അയ്മുവാണ്. ബീഡി തൊഴിലാളിയായ E.K. അയ്മു, ഡോക്ടർ ഉസ്മാൻ, അതിന്റെ ഒരുക്കം KG ഉണ്ണീൻ, നിലമ്പൂർ ബാലേട്ടൻ, എത്രയെത്ര പേർ. ആയിഷാത്ത ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നാടകത്തെ സംബന്ധിച്ച് ലോകത്ത് ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം ടീച്ച് ദ ടൗൺ ദ ബെസ്റ്റ് എന്നാണ്. നഗരത്തെ നല്ലത് പഠിപ്പിക്കുക, ഇജ്ജ് നല്ല മനസ്സിനാകാൻ നോക്കുക എന്നാൽ നാടകത്തെ കുറിച്ച് ലോകത്തിറങ്ങിയ ഏറ്റവും മഹത്തായ നിർവചനമാണ്. ടീച്ച് ദ ടൗൺ ദ ബെസ്റ്റ് എന്നാണ് നാടകത്തെക്കുറിച്ച് ഇന്ന് വരെ ഇറങ്ങിയ ഏറ്റവും വലിയ നിർവചനം. അതാണ് ഈ കാലത്ത് ഇത്രയും മുമ്പ്, ഇത്രയും ദശകങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ മുഴങ്ങിയത്. അതുകൊണ്ട് നാം ഇങ്ങനെയായത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ്. അത് അടിയും ഇടിയും വെടിയും കഴുമരവും ഏറ്റുകൊണ്ട് ഈ നടന്ന സമരങ്ങൾക്കൊപ്പം നമ്മുടെ അരങ്ങിൽ പാടിപ്പാടി തൊണ്ടപൊട്ടി ചോര തുപ്പിക്കൊണ്ടിരുന്ന പാട്ടുകാർ, വേർത്ത് കുളിച്ച് അഭിനയിച്ച് അരങ്ങിൽ തളർന്നു വീണ, അരങ്ങിന് പിന്നിൽ തളർന്നു വീണ എത്രയെത്രയോ കലാകാരന്മാർ, അവരുടെ കൂടി പോരാട്ടമാണ്. അതാണ് നാം തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അതുകൊണ്ട്
ഈ അരങ്ങിലും അരങ്ങിന് പുറത്തും നടന്ന ജാഥകളുടെ, സത്യാഗ്രഹങ്ങളുടെ, പിക്കറ്റിങ്ങുകളുടെ, ലാത്തിച്ചാർജുകളുടെ, വെടിവെപ്പുകളുടെ, തൂക്കുമരമേറലുകളുടെ ഈ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ ഈ അരങ്ങിൽ നടന്നുകൊണ്ടിരുന്ന പോരാട്ടം മനുഷ്യരെ മാറ്റുകയായിരുന്നു, കാലത്തെ മാറ്റുകയായിരുന്നു. ഐഷാത്തയുടെ പിറന്നാളിന്റെ ആഘോഷം തുടങ്ങിയത് ടി.പി. ഗോപാലേട്ടൻ നമ്മളൊന്നിലെ പട്ടിപ്പങ്ങനാണ്. പട്ടിപ്പങ്ങൻ നായർ എന്ന കഥാപാത്രമാണ്. മനക്കലെ അടിയന്തരങ്ങൾക്ക് മുഴുവൻ സദ്യ നടക്കുന്നിടത്തേക്ക് പട്ടി കയറുന്നുണ്ടെങ്കിൽ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടി ഓടിക്കാൻ കയ്യിലൊരു വടിയുമായി നിയോഗിക്കപ്പെട്ട കാര്യസ്ഥന്റെ മകനാണ് പട്ടിപ്പങ്ങനായിട്ട് മാറുന്നത്. ഓരോ ദിവസവും വൈകുന്നേരം പറയുന്നത്, രാത്രിയാകുമ്പോൾ ജന്മീൻ്റെ അടുത്ത് പോയിട്ട് പങ്ങനായിരിക്കുന്നത് പറയുന്നത് ഒരു സുഖമില്ല എന്നാണ്. അത് മറ്റൊന്നുമല്ല, പട്ടിന്നൊരിക്കൽ ജന്മി വിളിക്കണം, ഇനി ഉറക്ക സുഖായി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോവുക. ഈ ഓച്ചാനിച്ച് എന്ന് റാൻ മോളിക്കൊണ്ട് പട്ടി എന്ന വിളി കേൾക്കാൻ കാത്തു നിന്നിരുന്ന പാവപ്പെട്ട മനുഷ്യരെ നട്ടല്ലുയർത്തുമെന്ന് മുഷ്ടി ചുരുട്ടുന്ന മനുഷ്യരാക്കി മാറ്റി തീർക്കുന്ന നാടകങ്ങളിലൊന്നാണ് നമ്മളൊന്ന്. അതിലെ ട്രാൻസ്ഫോമിംഗ് ക്യാരക്ടറാണ് പട്ടിപ്പങ്ങൻ നായർ എന്ന് വിളിപ്പേരുള്ള പങ്ങൻ ആയി അഭിനയിച്ച ടി.പി. ഗോപാലേട്ടന്റെ പേരിലൊരു ട്രസ്റ്റ് പെരിന്തൽമണ്ണയിൽ വരുമ്പോൾ ആ ദിവസത്തെ പ്രധാനപ്പെട്ട അതിഥി ഐഷാത്തയാണ്. ചരിത്രം എങ്ങനെയൊക്കെയാണ് പരസ്പരം കൂട്ടിത്തൊടുന്നത് എന്ന് നാം ഇങ്ങനെ കാണുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീരാൻകുട്ടിയുടെ ഒരു കവിതയിൽ പറയുന്ന പോലെ അകറ്റി നിർത്തിയിട്ട മരങ്ങൾ വേരുകൾ കൊണ്ട് എങ്ങനെയാണ് പരസ്പരം സ്പർശിക്കുന്നത് എന്നതുപോലെ ഇതൊക്കെ വന്ന് തൊടുകയാണ്. ഞാൻ ഇനിയും അത് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ, മതത്തിന്റെ, വിവേചനങ്ങളുടെ എല്ലാ അതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് മനുഷ്യർ ഒന്നിച്ചാവുക എന്ന മഹത്തായ സന്ദേശമാണ് എല്ലാ കാലത്തും നമ്മുടെ അരങ്ങ് ഉയർത്തിപ്പിടിച്ചത്. അതിലെ ഏറ്റവും ധീരയായ പോരാളിയാണ്. അതുകൊണ്ട് ആയിഷാത്തയെ കാണുന്നത്, അവരുടെ ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുന്നത്, അവർ പങ്കാളിയായ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എങ്ങനെയാണോ സൂര്യന്റെ കിരണങ്ങൾ നമ്മളിലേക്ക് വന്ന് പതിക്കുന്നത്, അത് സഹസ്ര സൂര്യാഞ്ജലി പോലെ എങ്ങനെയാണോ ഒരു ഇലക്കുമ്പിളിലെ മഞ്ഞുതുള്ളിയിൽ പോലും വന്ന് പ്രതിഫലിക്കുന്നത്, അതുപോലെ നമ്മളിലേക്കാകെ പ്രവർത്തിക്കാനുള്ള, കർമ്മനിരതയ്ക്കുള്ള ഏറ്റവും വലിയ ഊർജമായി തീരും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ ധീരമായ പാരമ്പര്യത്തിന് ഇനിയും ആയിഷാത്തയ്ക്ക് ഒരു ബാല്യം കൂടിയുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴും ആയിഷാത്ത എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പറ്റുന്നിടത്ത്, ഇരിക്കാൻ പറ്റുന്നിടത്ത്, നാവ് അനങ്ങുന്നിടത്ത് മുഴുവൻ അവർ വരികയും അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കേരളത്തിലെ പ്രഫുല്ലമായ ഒരു പുരോഗമന രാഷ്ട്രീയത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും നവോത്ഥാന ചിന്തയുടെയും ഒക്കെ ഏറ്റവും വലിയ ഊർജ്ജസ്രോതസ്സായി നമുക്കൊപ്പം കഴിയുന്നു എന്നതാണ് നാം അവരെ ആദരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പരസ്പരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ആയിഷാത്തക്കൊപ്പം ഈ ഊർജ്ജസ്രോതസ്സിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ കാലഘട്ടത്തിലെ മുഴുവൻ മനുഷ്യരെയും അഭിമാനികളാക്കുന്നു. അഭിമാനിനിയായ ഒരു സ്ത്രീക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു എന്ന ആദരം നമുക്കെല്ലാവർക്കും കൂടി ലഭിക്കുന്നു. നന്ദി, നമസ്കാരം.